ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ ഓൺലൈനിൽ വന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ ജില്ലാ കലോത്സവം കുറുപ്പമ്പടിയിൽ നടക്കുന്നുണ്ട്. അവിടെ ഞാനൊന്ന് പോകാനിടയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഡാൻസ്. അപ്പോൾ ആ ഗ്രൂപ്പ് ഡാൻസിന് അവർ 2 മണി തുടങ്ങിയിട്ട് അണിഞ്ഞൊഴിഞ്ഞിരിക്കണേ. ആ സമയത്ത് ഞാനും ചെന്നു കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോഗ്രാം 5 മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞു. 2 മണിക്കാണ് തുടങ്ങുമെന്ന് പറഞ്ഞത്. പക്ഷേ 2 മണി എന്ന് പറഞ്ഞാൽ നീണ്ട് 5 മണിയായി. 5 മണിക്കും ഈ പറഞ്ഞ പ്രോഗ്രാമിനുള്ള മത്സരാർത്ഥികളുടെ നമ്പറുകൾ വിളിക്കണം, ടീമുകളെ വിളിച്ചു. പക്ഷേ 3-4 ടീമുകൾ വന്നില്ല. ലാസ്റ്റ് ഒരു ടീം വരാനായിട്ട് വൈകണം. 6-6:30 ആ സമയത്ത് ടീച്ചേഴ്സ് എഴുന്നേറ്റ് പോയി, ജഡ്ജസ് എഴുന്നേറ്റ് പോയി. ഫൈനൽ കോൾ വിളിച്ചു, ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, ഫൈനൽ കോള്. എന്നിട്ടും അവർ കാണാനില്ല. അവർ എന്താ പറയുക, എണ്ണം ആര് എങ്ങനെയെന്നുള്ള നമ്പർ എടുക്കുകയാണ്. ആ സമയത്തൊന്നും അനൗൺസ്മെൻറ്റ് പിന്നെ ഇല്ല. അതിനുശേഷം ഈ പറഞ്ഞ വരാതിരുന്നവരെ കൂട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അവരെടുക്കുന്നത്. അവർ ആ ടീച്ചേഴ്സ് പോയത് ആ ഗ്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പോയി തിരിച്ചു വന്ന ഗ്യാപ്പ് ഉണ്ടാക്കി അതിൽ ആളെ കയറ്റി റെഡിയാക്കി. പക്ഷേ മത്സരം നടന്ന് വീണ്ടും വേണ്ടത് 8-9 മത്സരം കഴിഞ്ഞപ്പോൾ വീണ്ടും ടീച്ചർമാരെ എഴുന്നേറ്റ് പോയി, ജഡ്ജിമാരെ എഴുന്നേറ്റ് പോയി തിരിച്ചു വന്ന് പരിപാടി തുടങ്ങി. മത്സരം കഴിഞ്ഞ് അതിൻ്റെ സമ്മാനാർഹരെ നിർണ്ണയിക്കുന്ന ഒരു സമയമുണ്ടായി. ആ സമയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ എഴുന്നേറ്റ് പോയതിന് ശേഷം വന്നാക്കാൻ സമ്മാനം കിട്ടി. അതിൽ വലിയ അതിശയോക്തിയില്ല. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം, കുട്ടികൾ പറയണത് ഒരു സിനിമയിലെ ഒരു ഡയലോഗ് ഇട്ട് ഒരു പാട്ടിൽ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ സമ്മാനം കൊടുത്ത കുട്ടികൾ, സമ്മാനാർഹരായ ഗ്രൂപ്പിൽ സുന്ദര കില്ലാടിയുടെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവർക്ക് പാടില്ലാത്തൊരു സംഭവമാണ് എന്നാണ് അവർ പറയുന്നത്. എനിക്കറിയില്ല. ഒന്ന്. രണ്ടാമത് എനിക്ക് കണ്ടൊരു ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്മാനാർഹരെ പ്രഖ്യാപിച്ച സമയത്ത് ഒരു കൂര് മാത്രമേ കേട്ടുള്ളൂ. ആ ടീമിനെ അവിടെ എങ്ങും കണ്ടില്ല. പക്ഷേ ബാക്കി മത്സരിച്ച എല്ലാ ടീം അംഗങ്ങളും ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അവരെല്ലാവരും സമ്മാനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ദാറ്റ് മീൻസ് ഈ സമ്മാനം പ്രീ പ്ലാൻഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പുള്ള കാരണം കൊണ്ട് അവർ പോയി. അവർക്ക് അറിയ പോലും വേണ്ടായിരുന്നു. പെട്ടെന്ന് അവർ സ്കിപ്പായി. അവർ പോയി. അവരേതോ ഒരു ട്രൂപ്പിൻ്റെ ഭാഗമായിരുന്ന പിള്ളേരായിരുന്നു എന്ന് പറഞ്ഞ്. എനിവേ, നമ്മുടെ കലോത്സവങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പലത് കേട്ടേക്കണ കാരണം കൊണ്ട് ഞാൻ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ അസസ് ചെയ്തപ്പോൾ ഞാൻ കണ്ടൊരു ടോക്കും കൂടി, ഒരു സംഭവമുണ്ട്. ഈ ടീച്ചേഴ്സ് അസസ്മെൻറ്റ് കഴിഞ്ഞ് പേപ്പർ കൊടുത്തു, അതിൻ്റെ കൺക്ലൂഷൻ എടുത്തു. ആ കൺക്ലൂഷൻ കഴിഞ്ഞ് തിരിച്ച് പേപ്പർ സൈൻ ചെയ്യാനോ നോക്കാനോ കൊടുത്ത സമയത്ത് ആദ്യത്തെ ജഡ്ജ്മെൻറ്റ് നിൽക്കുന്ന ടീച്ചർ നോക്കി അവർ രണ്ടാമത്തെ ആൾക്ക് പാസ് ചെയ്തപ്പോൾ രണ്ടാമത്തെ ടീച്ചർ നോക്കിയിട്ട് ഈ ഒന്നാമത്തെ ടീച്ചർ ഒരു നോട്ടമുണ്ട് രൂക്ഷമായിട്ട്. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അതിലെന്തെങ്കിലും കഥയുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടപ്പോൾ എനിക്ക് നമ്മൾ ദേഷ്യപ്പെട്ട് നോക്കണ പോലെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നീ ചെയ്തില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള രീതിയിൽ നോക്കിയ പോലെ എനിക്ക് തോന്നിയത്. എനിവേ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ ഈ മത്സരാർത്ഥികളൊക്കെ പരാതിപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നൊരു വേണ്ടൊരു സംഭവം. അവർ പറഞ്ഞത്, ഇത് ഒരു 15,000 രൂപ കെട്ടാണെങ്കിൽ നമുക്കത് പരിഹരിക്കാം, നോക്കാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പരാതിക്ക് 15,000 രൂപയാണ്. കയ്യിൽ കാശില്ലാതെ അവിടെ നിന്ന് കടം വാങ്ങിച്ച് വന്ന പിള്ളേർ ഇനി 15,000 കൊടുത്തൊരു പരാതിപ്പെടും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്, നമ്മുടെ സാധാരണക്കാർക്ക് വരുന്ന ഒരു സംഭവങ്ങളാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തായാലും അവിടെ ഇന്നലെ ഞങ്ങളൊക്കെ പോകുന്നത് 11 മണി കഴിഞ്ഞു. ആ പ്രോഗ്രാം, ഈ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകുന്നത് 11:30 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത്. കുറേ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണാനിടയായി ഇതുപോലെ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതിനെങ്ങനെ തടയിടാമെന്നോ എങ്ങനെ സൊല്യൂഷൻ ഉണ്ടാക്കാമെന്നോ നമുക്കറിയില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്, ഇത് വളരെ റോങ് ആയിപ്പോയി. എല്ലാവർക്കും അത്ഭുതമായിപ്പോയി ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് എന്താ പറയുക, ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തതാണ്. പക്ഷേ ഇതെൻ്റെ മാത്രം ഒരു ഇതാണ്. എൻ്റെയും അവിടെ കൂടിയ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, ഒരു സംശയങ്ങളാണിത്. ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും വശം വച്ചിട്ടായിരിക്കും കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിവേ, എൻ്റെ ഒരു സങ്കോചം, എൻ്റെ ഒരു പരിഭവം നിങ്ങളെ ഞാൻ അറിയിച്ചു. ഓക്കെ, താങ്ക് യു.